നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോപ്പപ്പ് ടോസ്റ്റേഴ്സിനെ കുറിച്ചാണ്. പോപ്പപ്പ് ടോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ബ്രെഡ് സ്ലൈസസ് ബട്ടറിൻ്റെയോ ജാമിൻ്റെയോ അകമ്പടി കൂടാതെ മൊരിയിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടുതൽ ഉപയോഗപ്പെടുക ബ്രെഡ് സ്ലൈസസ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും സ്ഥിരമായി കഴിക്കുന്നവരും ഒരു ഡയറ്റിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ സ്ലൈസ് മാത്രം കഴിച്ചു നിർത്തുന്നവർക്കും ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. വെറും 2-4 സ്ലൈസുകൾ മൊരിയിച്ചെടുക്കാൻ വേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു തവയും ചട്ടകവും കൂടുതലായി ഉപയോഗിച്ച് കൂടുതൽ നേരം ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിന്റെ അസൗകര്യങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒഴിവാക്കാം. ടോസ്റ്ററിൽ മൊരിയിച്ചെടുക്കുന്ന ബ്രെഡ് സ്ലൈസസ് പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് ജാമോ ബട്ടറോ ഇതിൽ തേക്കേണ്ടത്. പ്രധാനമായും 2 തരം മോഡലുകളാണ് മാർക്കറ്റിൽ കാണുന്നത്. ഒരുമിച്ച് 2 സ്ലൈസ് ടോസ്റ്റ് ചെയ്യാവുന്നതും ഒരുമിച്ച് 4 സ്ലൈസ് ടോസ്റ്റ് ചെയ്യാവുന്നതും. ചില ബ്രാൻഡുകൾ മാത്രം ബൺ പോലെയുള്ള ഐറ്റംസ് ചൂടാക്കാൻ വേണ്ടി ഒരു ബൺ റാക്ക് കൂടി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 750 തൊട്ട് 1500 വാട്ട്സ് വരെയാണ് ടോസ്റ്ററുകൾ ചൂടാവുന്നതിന്റെ ലെവൽ. ഇത് പ്രവർത്തിക്കാൻ വേണ്ടി 120 വോൾട്ട് പവർ ആവശ്യമുണ്ട്. ഒരു നോർമൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് സാധാരണ മോഡലുകൾക്ക് 2 തൊട്ട് 6 വർഷം വരെയും കുറച്ച് ഹൈ എൻഡ് കൂടുതൽ വിലയുള്ള മോഡലുകൾക്ക് 6 തൊട്ട് 8 വർഷം വരെയുമാണ്. പിജിയൻ ബ്രാൻഡിന്റെ 920 രൂപ വിലയുള്ള ടോസ്റ്ററുകൾ തൊട്ട് 3800 രൂപ വരെ വിലയുള്ള പ്രമുഖ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഫിലിപ്സ്, പിജിയൻ, മോർഫി റിച്ചാർഡ്സ്, ബജാജ്, പ്രസ്റ്റീജ്, വി-ഗാർഡ്, അഗാരോ, ബോറോസിൽ, ഹാവൽസ്, വണ്ടർഷെഫ് തുടങ്ങിയവയാണ് പ്രധാന ബ്രാൻഡുകൾ. അടുത്തതായി ഒരു പോപ്പപ്പ് ടോസ്റ്റർ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവ തിരഞ്ഞെടുത്ത് പുതിയ ടോസ്റ്ററിൽ ഈ വക കാര്യങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തേതായി സ്ലൈസ് കപ്പാസിറ്റിയാണ്. നിങ്ങൾക്ക് 2 സ്ലൈസ് വേണോ അതോ 4 സ്ലൈസ് വേണോ എന്ന് തീരുമാനിക്കുക. രണ്ടാമത്തേതായി ആ ബ്രെഡ് സ്ലോട്ട്സിന് ആവശ്യത്തിന് വീതിയും നീളവും ഉണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ സ്പെഷ്യൽ സാൻഡ്വിച്ച് ബ്രെഡ് സ്ലൈസുകൾ നിങ്ങൾക്കതിൽ ടോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 700 തൊട്ട് 1500 വാട്ട്സിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. വാട്ട്സ് കൂടുന്തോറും പെട്ടെന്ന് അത് ബ്രൗൺ ആയി കിട്ടും, പക്ഷെ കരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. ബ്രൗണിങ് ഓപ്ഷൻ സാധാരണയായി ഒരു 3 എണ്ണമെങ്കിലും കാണും, ചിലതിൽ 7 എണ്ണം കാണും. അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു 3-4 ഓപ്ഷൻ തന്നെ ധാരാളമാണ്. ക്യാൻസൽ ബട്ടൺ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് കൂടുതൽ ബ്രൗൺ ആയി കിട്ടും, അത്രയും മൊരിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നിർത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ബട്ടൺ അതിലുണ്ടായിരിക്കണം. ബ്രെഡ് സപ്പോർട്ടർ, അതായത് ഒരു ബ്രെഡ് സ്ലൈസ് ആ സ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ ഭാഗം കൂടുതൽ മൊരിയാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു മെറ്റൽ വയർ കൊണ്ടുള്ള ഒരു സപ്പോർട്ട് സൈഡിൽ കൊടുക്കും. അതുള്ളത് കൂടുതൽ നല്ലതാണ്. ഇനി റിമൂവബിൾ ക്രംപ് ട്രേ, അതായത് ഈ ബ്രെഡ് മൊരിയുമ്പോൾ അതുപോലെ നിങ്ങൾ അതിൽ വെക്കുമ്പോഴും എടുക്കുമ്പോഴും ചെറിയ ചെറിയ ബ്രെഡ് ക്രംസ് താഴെ വീഴും. അതിൽ താഴെ വീഴുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടി വളരെ നേരിയൊരു ട്രേ ഉണ്ടായിരിക്കും. ആ ട്രേ റിമൂവബിൾ ആയിരിക്കണം, ട്രേ ഉണ്ടായിരിക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ ഡസ്റ്റ് കവർ, ഇതിങ്ങനെ തുറന്ന് വെച്ചിരുന്നാൽ ആ ബ്രെഡ് സ്ലോട്ട്സിനുള്ളിലേക്ക് പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ പോകാൻ സാധ്യതയുണ്ടല്ലോ, പല്ലിയോ ഈച്ചയും അതുമൊക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അതിനൊരു ഡസ്റ്റ് കവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ കമ്പനി തന്നെ. അതുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. 9ാമതായി ആന്റി സ്കിഡ് ഫീറ്റ്, കനം കുറവായതുകൊണ്ട് ഇങ്ങനെ തെന്നി വീണുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്താൻ. 10ാമതായി ടോസ്റ്ററിന്റെ ബോഡി നല്ല മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് ഉറപ്പുണ്ടായിരിക്കണം. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ. നല്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നന്നായി ചൂടാവുന്നത് കൊണ്ട് തന്നെ ചെറുതായി ഉരുകാനും അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങാനും സാധ്യതയുണ്ട്. 11ാമതായി ലോങ് കോഡ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നും അകലെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലോങ് കോഡ് ഉണ്ടായാൽ നല്ലതായിരിക്കും. പിന്നെ 2 years വാറണ്ടി പല ബ്രാൻഡുകളും നൽകുന്നുണ്ട്. 1 year വാറണ്ടി ഉള്ള ബ്രാൻഡുകളും ഉണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഉപയോഗശേഷം ക്രം ട്രേ എപ്പോഴും ക്ലീനായി സൂക്ഷിക്കുക.
ടോസ്റ്റർ തണുത്തതിന് ശേഷം അതിൻ്റെ ഡസ്റ്റ് കവർ കൊണ്ട് മൂടി വയ്ക്കുക. ഡസ്റ്റ് കവർ ഇല്ലാത്ത മോഡലാണെങ്കിൽ ഒരു തുണി കൊണ്ട് അത് മൂടിയിടണം. ഫിലിപ്സ്, അഗാരോ, മോർഫി റിച്ചാർഡ്സ്, ബജാജ് ATX എന്നിവയാണ് ബ്രാൻഡുകളിലെ ചില പ്രമുഖർ. ഇത്രയും വിവരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പോപ്പപ്പ് ടോസ്റ്റർ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രൊഡക്റ്റുമായി വേറൊരു വീഡിയോയിൽ കാണാം.